ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞായറാഴ്ചയായിട്ട് പറമ്പിലൂടെ ഇങ്ങനെ തലങ്ങും വിലങ്ങും നടക്കുന്നതിന് കാരണമുണ്ട്. കള്ളിമുൾ ചെടികളോട് അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കും അച്ഛനൊരിടത്ത് പണിക്ക് പോയപ്പോൾ അവിടുന്ന് ആ വീട്ടിലെ ചേച്ചി കൊടുത്തതാണ് ഈ ഡ്രാഗൺ ചെടി. കുറച്ച് ദിവസമായി ഇത് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടും ഇതെങ്ങനെ നടണമെന്ന് നെറ്റിലെല്ലാം സെർച്ച് ചെയ്തിട്ടും ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഇങ്ങനെ ഒരു പീസ് ഒരിടത്തും ഞാൻ കണ്ടില്ല. ഇതിന്റെ അവിടെ ഇവിടെ എല്ലാം വേരുകൾ ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ നടണം എന്ന് ഒരു ഐഡിയ ഇല്ലാതെ എന്തായാലും ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഇതിനെ നടാൻ തന്നെ തീരുമാനിച്ചു. ആ ചെടിനടൽ പരിപാടിയാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കാണുന്ന ആർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇതിനെ കട്ട് ചെയ്യണോ, കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് നടണോ, അങ്ങനെ പല പല ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആദ്യം മണ്ണ് മിക്സ് ചെയ്യാന്ന് തീരുമാനിച്ചിട്ട് മണ്ണിന്റെ പുറകെ ഞങ്ങൾ അങ്ങ് പോയി. ആദ്യം എടുത്തത് അടുക്കളയിൽ ചാമ്പലൊക്കെ കൊണ്ടു തട്ടുന്ന ഭാഗത്തുള്ള മണ്ണാണ്. ഇത് അത്യാവശ്യം വളമുള്ള മണ്ണാണ്. അടുത്ത് ഞങ്ങൾ അതിന്റെ തൊട്ടപ്പുറത്തുനിന്ന് കുറച്ച് മണ്ണോടെ എടുക്കുന്നു. ആ ഭാഗത്ത് നിന്ന് മണ്ണ് അങ്ങനെ വെട്ടി തുടങ്ങിയപ്പോൾ ദേ മണ്ണിലൂടെ ഒരു ജീവി. മണ്ണര അല്ല കേട്ടോ, ഇത് വേറെന്തോ ആണ്. ഞങ്ങളിവിടെ കോഴിപ്പാമ്പെന്ന് പറയും. കോഴിപ്പാമ്പിനെയും കണ്ട് മണ്ണും വെട്ടി ഞങ്ങൾ ഇതാ പരിപാടി തുടങ്ങി. ദേ എന്റെ കയ്യിലിരിക്കണ ഇത് നല്ല ഒന്നാം തരം ഉണക്കി പൊടിച്ച കോഴി കാഷ്ടമാണ് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന് എന്തായാലും മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോഴേക്കും ചേട്ടന്റെ വിളി വന്നു. അവിടെ ഇതും പിടിച്ചോണ്ട് നിൽക്കുക. ഈ കൊണ്ടിട്ട മണ്ണിലെ വേസ്റ്റും വേരും പ്ലാസ്റ്റിക് ഒക്കെ എടുത്ത് കളയാനായിട്ട്. പിന്നെ ആ പണി അങ്ങ് ആരംഭിച്ചു. വലിയ കട്ടായിട്ട് കിടക്കണ മണ്ണിനെ ഉടച്ചും കല്ലും വേസ്റ്റും പ്ലാസ്റ്റിക്കും ഒക്കെ പറക്കി കളഞ്ഞിട്ട് ഞാൻ എങ്ങനെ മണ്ണിനെ റെഡിയാക്കിയാണ്. ആദ്യത്തെ ലെയറിന്റെ പുറത്ത് രണ്ടാമത് നല്ല വളമുള്ള മണ്ണ് കൊണ്ട് കിട്ടും. അതിലും ഉണ്ട് കേട്ടോ കുറെ പ്ലാസ്റ്റിക്. കണ്ട് എന്തുമാത്രം പ്ലാസ്റ്റിക് മണ്ണിൽ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ ഇതെല്ലാം ഹരിതകർമ്മ സേനക്കാര് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും പണ്ടിട്ട വേസ്റ്റ് എല്ലാം മണ്ണിൽ അതുപോലെ ഉണ്ട്. അതെല്ലാം വേരിന് തടസ്സമല്ലേ എന്ന് പറഞ്ഞ് എല്ലാം നുള്ളി പിറക്കി മാറ്റിക്കളഞ്ഞു. അതിനുശേഷം നമ്മുടെ വളം അങ്ങോട്ട് ഇട്ടു. ഇനി 2 സെറ്റ് മണ്ണും ഈ ഒരു കാഷ്ടവും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഓരോരോ പാക്കറ്റിലായിട്ട് നിറയ്ക്കണം. ചെടി നടാനുള്ള ചെറിയ ചെറിയ ചാക്കൊക്കെ ചേട്ടൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിരുന്നു. അത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ ഒന്നും നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മണ്ണ് മിക്സ് ചെയ്ത് ഓരോ ചാക്കിലായിട്ട് നിറയ്ക്കാനായിട്ട് തുടങ്ങി. ഈ കുട്ടിച്ചാക്കിൽ ഈ ഡ്രാഗണൊന്നും നട്ടാൽ ശരിയാവില്ലെന്ന് ചേട്ടൻ പറഞ്ഞു. ആദ്യം വേരൊക്കെ ഒന്ന് പിടിച്ചോട്ടെ, അതിനുശേഷം നമുക്ക് അതിനെ വേറെ എന്തെങ്കിലോട്ടൊക്കെ മാറ്റാം. ആദ്യം നീ ഒന്ന് അടങ്ങ് പെണ്ണേന്ന്. പിന്നെ ഓരോ ഇതിലായിട്ട് നമ്മൾ മണ്ണ് നിറച്ചു. ഇന്ന് ഡ്രാഗൺ ചെടി മാത്രമല്ല, ചേട്ടൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കും. എരിവുള്ള ഉണ്ടമുളക് ചെടിയുടെ അടുത്ത് ഞങ്ങൾ മുളക് പൊടിക്കാനായിട്ട് വാങ്ങിച്ചപ്പോൾ വന്ന വേസ്റ്റ് തട്ടിയതാണ്. അതിൽ നിന്ന് എന്തുമാത്രം കുഞ്ഞു കുഞ്ഞു മുളകുകളാണ് പൊടിച്ച് നിൽക്കണേന്ന് നോക്കിക്കേ. ഇതിൽ നിന്ന് നല്ലതായിട്ട് തഴച്ച് നിൽക്കണം 4-5 മുളക് തൈ കൂടെ കാരണം ഇന്ന് മുതൽ കൃഷി ആരംഭിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ചേട്ടൻ പറയണത്. എത്ര ദിവസത്തേക്കാണെന്ന് അറിയില്ല. എന്തായാലും നമ്മൾ ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുക. ഈ ചെടികളെല്ലാം നട്ട് താഴെയാണ് വെക്കണമെങ്കിൽ ഒന്നും നോക്കണ്ട, കോഴികൾ ഇന്ന് എന്നെ എല്ലാം തിന്ന് കാണിച്ചു തരും. അതുകൊണ്ട് ചാക്കിലെ മണ്ണെല്ലാം ചുമന്ന് ചേട്ടൻ ടെറസിന്റെ മുകളിലാക്കി. അതിനുശേഷം ചേട്ടന്റെ ഐഡിയയിൽ വേര് വന്ന ഭാഗം എല്ലാം ചേട്ടൻ അങ്ങ് 2-3 പീസായിട്ട് കട്ട് ചെയ്തു. ഇനിയൊരു 3 ചാക്കിലായിട്ട് ഇതിനെ നടുവെന്നൊക്കെ ഞാൻ അങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഒരു ഐഡിയ എനിക്കില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അങ്ങനെ കുറെ ദിവസം കൊണ്ട് മണ്ണ് കാത്തിരുന്ന ഡ്രാഗൺ ചെടിക്ക് ഇന്ന് അവസാനമായി. ഇനി സന്തോഷത്തോടെ മണ്ണിൽ അവനെ നിൽക്കാൻ കേട്ടോ. അപ്പൊ അതേ ആദ്യം ഈ ഒരു പീസ് ഇങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ്. ഈ വലിയ ചെടിക്ക് ഈ ചെറിയ ചാക്കും മണ്ണൊന്നും പോരാന്ന് എന്റെ മനസ്സിൽ ഇങ്ങനെ തോന്നുന്നു കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് ഇത് പൊടിക്കുകയാണെങ്കിൽ ഇതിനെ മാറ്റി നടാൻ വലിയൊരു എന്തെങ്കിലും ഡ്രമ്മോ എന്തെങ്കിലും മേടിച്ചിട്ട് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇനി ബാക്കി 2 പീസ് ഉണ്ടല്ലോ, അതിനെ ഒരു ചാക്കില് 2ആയിട്ട് ഇങ്ങനെ വെക്കാന്ന് പറഞ്ഞു ചേട്ടൻ. എന്ന് വെച്ചാല് അത് പൊടിച്ചു വന്നാല് നമുക്ക് അതിനെ വേറെ ചാക്കിലോട്ടോ എന്തെങ്കിലുമൊക്കെ ആക്കാമല്ലോ. ഡ്രാഗൺ അങ്ങനെ ഒരുപാട് പരിപാലനമൊക്കെ വേണ്ട എന്നൊക്കെയാണ് കേട്ടത്. എന്നാലും എള്ളുപൊടിയൊന്നും ഞങ്ങൾ വാങ്ങിച്ചിട്ടില്ല. ഈ കോഴി കാഷ്ടം മാത്രമേ മിക്സ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി കട്ട് ചെയ്ത് വെച്ച ആ 2 പീസും മണ്ണിൽ ഇങ്ങനെ വേര് വന്ന ഭാഗം ഇങ്ങനെ താഴ്ത്തി ഒന്ന് വെച്ചു കൊടുക്കാം. ഇവിടെ ഇരുന്നത് പൊടിക്കട്ടെ, അപ്പോഴേക്കും നമുക്ക് മാറ്റി നടാം കേട്ടോ. എന്തെങ്കിലും അപാകതകളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നടുന്ന ചേച്ചിമാരും ചേട്ടന്മാരും കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ. അപ്പൊ ഞങ്ങൾ ആ രീതിയിൽ ഒന്ന് എടുത്ത് പെട്ടെന്ന് തന്നെ മാറ്റി വെക്കാം. ഇന്നലെ നമ്മൾ നട്ടതല്ലേ ഉള്ളൂ. ഇത് വലുതായിട്ട് വെച്ച ഡ്രാഗൺ ചെടി വളഞ്ഞ് താഴെ വീണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റിക്ക് കൂടെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ ഇതിനൊന്ന് കെട്ടി വെച്ചു കൊടുക്കും. തൊട്ടടുത്ത് ഈ പച്ചപ്പായിട്ട് നിൽക്കുന്ന മരം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇത് കാരച്ചെടിയാണ് ഞങ്ങളുടെ വീട്ടിൽ. ആ വീഡിയോ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ബാക്കി വന്ന മുളക് ചെടി ഞാൻ താഴെ നിന്ന് എടുത്തിട്ട് വന്നതാണ്. ഇതിനെ കൂടെ ജസ്റ്റ് ഒന്ന് നമുക്ക് നട്ടു വെക്കാം. അപ്പോൾ എന്തായാലും ഇനി പച്ചമുളകും ഡ്രാഗൺ ഫ്രൂട്ട് ഒന്നും നമുക്ക് വെളിയിൽ നിന്ന് വാങ്ങേണ്ടി വരില്ല സുഹൃത്തുക്കളെ. എല്ലാം നമ്മളിതാ കൃഷി ചെയ്യുകയാണ്. അപ്പോൾ ഇനിയും ഡെയിലി ഇതിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ടോ പച്ചമുളകോ ഒക്കെ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്തുമാത്രം ഹാപ്പി ആവും. എന്തായാലും അങ്ങനെ വളരെ സന്തോഷത്തോടെ ഞായറാഴ്ച ഞങ്ങളുടെ ചെടി കൃഷി അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റിലൂടെ അറിയിക്കുകയും വേണം. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടരെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വെള്ളം തളിച്ച് ഞങ്ങളുടെ കൃഷി ഇന്നത്തെ കൃഷി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ.